കൊലപാതകത്തിന്റെ കാരണങ്ങൾ പലതാണ്. സ്വത്തിനു വേണ്ടി സ്വന്തം മാതാപിതാക്കളെ ചുട്ടുകൊന്ന ആലപ്പുഴ മാന്നാറിലെ സംഭവം സമൂഹ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞു. സ്വത്തും പണവും കൈക്കലാക്കാൻ എന്തു ക്രൂരകൃത്യത്തിനും തയ്യാറാകുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എന്നതിനെ ആശങ്കയോടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കൂ. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, കഴിഞ്ഞ ഒരു മാസം കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ച നിരവധി കൊലപാതകങ്ങൾ, അതിന്റെ കാരണങ്ങൾ വിചിത്രമായിരുന്നു. ചില കാരണങ്ങൾ ഇപ്പോഴും പോലീസിന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഇവിടെ ഇതാ സ്വത്തിനു വേണ്ടിയായിരുന്നു മാതാപിതാക്കളെ ചുട്ടുകൊന്നത്. എന്തായിരുന്നു ആ സംഭവം? അഭിലാഷ, അതിന്റെ കൊലപാതകത്തിന്റെ ഒരു എന്താ പറയുക, ഒരു മുറിവ് അണയും മുൻപാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. 90 കഴിഞ്ഞ രാഘവന്റെയും ഭാരതിയുടെയും ഒരു അവസാന കാലം മകന്റെ കൈകൊണ്ട് അവസാനിക്കുക എന്ന നിലയിലേക്ക് പോയ ഒരു ദാരുണ സംഭവമാണ് കഴിഞ്ഞ പുലർച്ചെ മാന്നാർ കേട്ടുണർന്നത്. സ്വന്തം മകൻ വിജയൻ, ഏതാണ്ട് 60 വയസ്സുള്ള വിജയനാണ് സ്വത്തിനു വേണ്ടി ഈ അച്ഛനെയും അമ്മയെയും ചുട്ടുകൊന്നത്. ചുട്ടുകൊന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ളൊരു പ്രകോപനമല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലമായി ഇവരെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി ഏതാണ്ട് പുലർച്ചെ 2:30യോടെയാണ് വീടിന് തീപിടിച്ച നിലയിൽ കാണുന്നത്. തുടർന്ന് നാട്ടുകാരെല്ലാം ചേർന്ന് തീയണയ്ക്കാനൊക്കെയുള്ള ശ്രമം നടത്തി, പക്ഷെ വിജയിച്ചില്ല. പക്ഷെ വിജയനെ ഈ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിജയനും ഈ അച്ഛനും അമ്മയും മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ സംഭവം ഉണ്ടായ തൊട്ട് പിന്നാലെ പിറ്റേ ദിവസം രാവിലെയാണ് വിജയനെ സമീപത്തെ പാടത്ത് നിന്ന് കണ്ടെത്തിയത്. ആസൂത്രിതമായി നടത്തിയൊരു കൊലപാതകം എന്നുള്ളതാണ് പോലീസ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഡിസംബർ മാസം മുതൽ ഏതാണ്ട് 6ഓളം ലിറ്റർ പെട്രോൾ ശേഖരിച്ച ശേഷം കഴിഞ്ഞ രാത്രി കിടന്നു അച്ഛനും അമ്മയും ഉറങ്ങിയ ശേഷം അവിടെ നിലത്തെല്ലാം പെട്രോൾ ഒഴിച്ച ശേഷമാണ് തീ കൊളുത്തി വീടിന് തീയിടുന്നത്. വിജയനെ സംബന്ധിച്ച് സ്വത്ത് തർക്കം വളരെ പ്രധാനപ്പെട്ട വിഷയമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് അതാണ്. മാത്രമല്ല, ആസൂത്രണത്തിനുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. നേരത്തെ മുതൽ ഈ പല പെട്രോൾ പമ്പുകളിൽ നിന്നായാണ് ഈ പെട്രോൾ വാങ്ങിയിട്ടുള്ളത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിജയൻ കുറ്റസമ്മതവും നടത്തിയെന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സ്വത്തിനൊപ്പം തന്നെ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു. പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കും എന്ത് ചെയ്തു കൊടുത്താലും തൃപ്തി വരില്ല എന്നൊക്കെയുള്ള പരാതിയാണ് വിജയൻ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങനൊരു കുറ്റകൃത്യത്തിലേക്ക് പോയത് എന്നും വിജയൻ പറയുന്നു. നേരത്തെ വിജയന്റെ ഭാര്യയും മക്കളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവര് മാറി താമസിക്കുകയാണ് ഇപ്പോൾ വിജയൻ മാത്രമാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇതിന് ശേഷം ആത്മഹത്യ ചെയ്യാനാണ് താനും തീരുമാനിച്ചതെന്നാണ് വിജയൻ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷെ അതൊന്നും പോലീസ് വിശ്വസിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ക്രൂരമായ ഒരു കൃത്യം എന്ന് തന്നെ ഈ സംഭവം എടുത്തു പറയേണ്ടി വരുന്നു. ഈ സ്വത്തിന് വേണ്ടിയുള്ള പല കൊലപാതകങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുവരുന്നതാണ്. ഇത് ഏതാണ്ട് 90 വയസ്സ് വരെ ജീവിച്ച അച്ഛനും അമ്മയുമാണ്. അവരെയാണ് ജീവനോടെ ചുട്ടു കൊല്ലുന്ന നിലയിലേക്ക് ഒരു മകന്റെ മാനസികാവസ്ഥ എത്തിയത് എന്നുള്ളതാണ് അത്യന്തം വേദനിപ്പിക്കുന്ന ഒന്ന്. എന്തായാലും ഇന്ന് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. അത് കൂടാതെ വിജയനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ തീർച്ചയായും ശ്രീജിത്ത്, ഇപ്പോൾ ഈ സംഭവത്തിൽ മറ്റ് ദുരൂഹതകളൊന്നുമില്ലല്ലോ. ഇതിൽ ക്ലിയർ ആണല്ലോ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയായിരുന്നു കൊലപാതകം, എങ്ങനെയാണ് കൊല നിർവഹിച്ചത് എന്നതൊക്കെ വ്യക്തമാണല്ലോ, അല്ലെ? തീർച്ചയായും ഇവർക്ക് 5 മക്കളാണ് ഉള്ളത്. ഇവരുടെ മറ്റു മക്കളിൽ നിന്നൊക്കെ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. വിജയൻ ഈ താമസിക്കുന്ന വീട് വിജയന്റെ പേരിൽ എഴുതി നൽകിയില്ല എന്നൊക്കെയുള്ളതിനെ ചൊല്ലി കഴിഞ്ഞ കുറേ കാലങ്ങളായി തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായിരുന്നതാണ്. നേരത്തെയും അച്ഛനെയും അമ്മയും ആക്രമിച്ചിരുന്നു. അതിന്റെയും പരാതികളും മറ്റും നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. വിജയനുമായുള്ള ചോദ്യം ചെയ്യലും, അതായത് വിജയൻ ഈ ഒരു കുറ്റകൃത്യം ചെയ്ത ശേഷം എവിടേക്കെങ്കിലും അങ്ങ് രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മറ്റെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഫലത്തിൽ വിജയൻ ഏതാണ്ട് പിടികൊടുക്കുന്ന നിലയിലേക്ക് തന്നെയാണ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എവിടേക്കും മറ്റു ദൂരസ്ഥലങ്ങളിലേക്കൊന്നും ഒളിച്ചുപോയി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഇതൊരു പ്രത്യേക മാനസികാവസ്ഥ അവിടെ സംഭവിക്കുന്നു. ഒന്ന്, ഒരു ക്രിമിനൽ മൈൻഡ് അവിടെ ഉണ്ടാകുന്നു. 2, അതിന് ആസൂത്രണം ചെയ്യുന്നു. അച്ഛനെയും അമ്മയും കൊല്ലാൻ വേണ്ടി ഏതാണ്ട് 1.5 മാസത്തിലധികം നീണ്ട ആസൂത്രണങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഏതാണ്ട് വിജയന്റെ ചോദ്യം ചെയ്യലിലും മറ്റ് തെളിവുകൾ അങ്ങനെ നശിപ്പിക്കാവുന്ന തെളിവുകളൊന്നും ഫലത്തിലില്ല.
കൃത്യമായ തെളിവുകളുള്ള ഒരു സംഭവം കൂടിയാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ നാട്ടിൽ ഇങ്ങനെ അച്ഛനെയും അമ്മയും ഒക്കെ ഒരുമിച്ച് ചുട്ടുകൊല്ലുക എന്നുള്ളൊരു ക്രൂരകൃത്യം ഇങ്ങനൊരു മകന്, അതും 60 വയസ്സെത്തിയ ഒരു മകന് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ആ നാടിനെ ആകെ ഞെട്ടിക്കുന്നതാണ്. ഒരുപക്ഷെ കേരളത്തെ ആകെ ഓരോ ദിവസത്തെയും കൊലപാതക കൃത്യങ്ങൾ കണ്ടുവരുമ്പോൾ മനസ്സ് മരവിക്കുന്ന നിലയിലേക്ക് പോകുന്ന ഒരു മലയാളിയുടെ സാഹചര്യമുണ്ട്. അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ മാന്നാറിലും ഉണ്ടായത്. അഭിലാഷ്, തീർച്ചയായും ജീവിതത്തിന്റെ സായംകാലത്ത് ആ അച്ഛനും അമ്മയ്ക്കും കൈത്താങ് ആകേണ്ടിയിരുന്ന ആൾ ആണ് വിജയൻ. ഉദകക്രിയ ചെയ്യേണ്ടിയിരുന്ന ആ വിജയന്റെ കൈകൾ കൊണ്ട് തന്നെയാണ് 90 വയസ്സിൽ അധികം പ്രായമുള്ള ആ ദമ്പതികൾ, ആ വൃദ്ധ ദമ്പതികൾ കൊല ചെയ്യപ്പെട്ടത്. മകന് വിജയൻ എന്ന് പേരിട്ട ആ അച്ഛനും അമ്മയും ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടുപോയി.